ഇനി കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്കൊന്നും പറ്റില്ല എന്ന് മെൻ്റലി പ്രിപ്പയർ ആയതാ. ഉം. പിന്നെ ഇവർ പെട്ടെന്ന് വന്നിട്ട് കഥ പറഞ്ഞപ്പോൾ തിരിച്ചും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് ലിറ്റിൽ എക്സൈറ്റിംഗ്. ഉം. പിന്നെ സ്റ്റോറി കഥ നരേഷൻ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. ഉം. വെരി സ്ട്രോങ് ക്യാരക്ടർ, വെരി ബോൾഡ് ക്യാരക്ടർ. ആൻഡ് മലയാളത്തിൽ ഇറ്റ് വിൽ ബി എ വെരി കോൺട്രാസ്റ്റ് ക്യാരക്ടർ. ഉം. ഞാൻ ഉം. ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിനും ഇതിനും വളരെ നല്ല വ്യത്യാസമുണ്ട്. ഉം. സോ ദാറ്റ് വുഡ് ബി യുനോ ഓഡിയൻസിന് കാണാനും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ഉം. സോ അതുകൊണ്ടാണ് ഈ അനന്തപുരം ഡയറീസ് ചെയ്തത്. മീന ഫോർട്ടിയുടെ വേദിക്കകത്ത് ഒരു കമന്റ് പറയാൻ വേണ്ടി പറയുമ്പോൾ രജനീകാന്ത് സാറ് പറഞ്ഞത് നല്ലൊരു ചബ്ബി ബണ്ണ് മാതിരി ഇരിക്കുമെന്നാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ. അതേപോലെ തന്നെയാണ് വിജയ് പുകഴ്ത്തി സംസാരിച്ചത്. വിജയുടെ ഒരു സിനിമയിൽ ഒരു ഡാൻസ് ഇതിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, അതെ. ഷാജഹാനിൽ. പക്ഷെ വിജയ് പറഞ്ഞത് ഞാൻ ആരുടെയെങ്കിലും ഫാൻ ആണെങ്കിൽ അത് മീന മാമിന്റെ ഫാനാണെന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നില്ല? ഒരു 40 വർഷത്തിനിടയ്ക്ക് നമ്മൾ പിന്നെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന. ശരിക്കും ബിക്കോസ് ഇത് ഞാനും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വിഷയമാണ്. ഉം. ഇൻഫാക്ട് ഞാൻ ചെറുപ്പത്തിൽ സിനിമകൾ ചെയ്തു, പക്ഷേ ഒരു ഹീറോയിനായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു, ഒരു ആഗ്രഹമില്ലായിരുന്നു. ഉം. എനിക്ക് അമ്മയും ഞാനും എല്ലാം അമ്മ അച്ഛൻ എല്ലാം പറയുമ്പോൾ പഠിക്കണം, ഒരു നല്ല ജോബ് വരണം, ഒരു IFS ഓഫീസർ പോലെ വരണം, ഉം. അങ്ങനെ എല്ലാം വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്നത്. ആ സമയത്ത് സിനിമ തിരിച്ച് വന്ന് അവർ ചോദിക്കുമ്പോൾ വളരെ ചെറുപ്പം, ഐ വാസ് ലൈക്ക് 13 ഇയേഴ്സ്. ഉം. 13 ഇയേഴ്സിൽ ഹീറോയിനായിട്ട് എങ്ങനെ സാധിക്കും, അതെങ്ങനെ പറ്റും, അത് ശരിയാവില്ലല്ലോ, അതിൻ്റെ ഒരു മെച്യൂരിറ്റി അത്ര ഇല്ലല്ലോ. ശരിക്കും 13 ഇയേഴ്സ് ഇസ് ലൈക്ക് വാട്ട്, ജസ്റ്റ് എൻറ്ററിങ് ടീനേജ്. ഉം. സോ അമ്മ അച്ഛനും വളരെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. ആൻഡ് ഇത് ശരിയായിട്ട് വരണോ ഇല്ലയോ, അത് ട്രൈ ചെയ്യണോ വേണ്ടോ, അങ്ങനെ കുറേ ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. ചുമ്മാ വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണിത്. 40 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ വന്ന് ഈ അനന്തപുരം ഡയറീസിൽ വന്ന് നിന്നിരിക്കുക. സോ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ മോർ. ഇത് വെരി വെരി അൺഎക്സ്പെക്റ്റഡ്. ആൻഡ് എല്ലാം എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നത് എല്ലാം വെരി അൺഎക്സ്പെക്റ്റഡ്. ഏതും നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഏതും ചെയ്തിട്ടില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കഥ കേട്ട് ഒരു നല്ല ക്യാരക്ടർ, ഒരു നല്ല പടം, അത് മാത്രമാണ് പ്ലാൻ ചെയ്തത്. all the other things are like very different. ഉം. എല്ലാം ഇത്ര ദൂരം. ഓക്കെ, ആഫ്റ്റർ ഒരു പീരിയഡിന് ശേഷം ഐ തോട്ട് ഓക്കെ, ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരിഡ്, ഐ തിങ്ക് ഐ എം ഗോയിങ് ടു സെറ്റിൽ ഡൗൺ, നോ മോർ ഫിലിംസ്, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ദിസ് കണ്ടിന്യൂസ് ആയിട്ട് വരും, ഓപ്പർച്യൂണിറ്റീസ് വരും, ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യം ആരും, ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ഈ തിരിച്ചുവരവില് ആണ് ദൃശ്യം സംഭവിക്കുന്നത്. എന്നിട്ട് ദൃശ്യം 2 സംഭവിച്ചു. ഇനിയിപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ദൃശ്യം 3ക്ക് വേണ്ടിയിട്ട്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. എന്താ ശരിക്കും പറയുന്നതിന്റെ? സംഭവിക്കണം. ഞാനും അതിന് ജിത്തു സാർ എന്താ പറയണേ? ജിത്തു സാർ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ നോട്ട്, വെയിറ്റിംഗ് ഫോർ ദ സ്ക്രിപ്റ്റ്. സോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഉണ്ടാവണല്ലേ. അതെ, സോ അതെ. അതിനുവേണ്ടി വളരെ കെയർഫുൾ ആയിട്ട് അവർ വെയിറ്റിംഗ് ആൻഡ് ദിയർ പ്ലാനിങ്. ഇൻഫാക്ട് ലാൽ സർ പറഞ്ഞു, ഈ കോവിഡ് സമയത്ത് ദ ഹോൾ വേൾഡ് വാസ് ഷട്ട് ഡൗൺ, everything was shut down, everybody were at home, അതെ. but we were the only people who were still working, who were still giving super hits. ഈ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് ഈ കോവിഡ് സമയത്തും നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ വളരെ വി ഷുഡ് ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആലോചിച്ച് നോക്കുമ്പോൾ വളരെ ശരിയാണത് അല്ലേ. when the whole world is shut down, nobody is working, nobody is doing anything, but we were born entertainers, and ഞങ്ങളുടെ ജോലി എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നതാണ്. സോ അതിനു വേണ്ടി ആ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയാ പോയത്, വീട്ടിലെല്ലാവർക്കും ഭയം. ഈ എന്താ ഉടുപ്പ് അത്,
Yeah, that PP kit full, right from face to bottom to shoe with എല്ലാം കവർ ചെയ്തിട്ട് അങ്ങനെയാ പോയത്. I couldn't operate my phone, I couldn't show my ID proof because I was looking so different. ഇതൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് ആരിനെ ആകാത്ത ഒരു ഗെറ്റപ്പാണത്. പിന്നെ അങ്ങനെയാ വന്ന് ചേർന്നത് ഞാൻ കേരള ഷൂട്ടിംഗ് സ്പോട്ടിൽ ലൊക്കേഷനിലേക്ക്. പിന്നെ ഷൂട്ടിങ്ങും അങ്ങനെയാണ്. എവറിത്തിങ് വേ ലൈക്ക് എവറിബഡി എവറി ഡേ ദേ യൂസ് ടു ചെക്ക് ആ ടെമ്പറേച്ചർ ആൻഡ് നോബഡി ഈസ് അലൗഡ് ടു ഗോ ഔട്ട്സൈഡ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഹോട്ടൽ, ഷൂട്ടിംഗ് ലൊക്കേഷൻ ഹോട്ടൽ, അത്രയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തത്. വെരി വെരി ഒരു എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ബബിൾ. ആ ബബിൾ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരും വി വർ ലൈക്ക് പ്രൊട്ടക്റ്റഡ്. അങ്ങനെയാണ് ഞങ്ങൾ ദൃശ്യം 2 ഷൂട്ടിംഗ് ചെയ്തത്. ആൻഡ് പിന്നെ റിലീസ് സമയത്ത് ഇറ്റ് കെയിം ഇൻ OTT. ആ സമയത്ത് OTTയിൽ റിലീസായിട്ട് ആൻഡ് ഇറ്റ് ബിക്കെയിം എ സൂപ്പർ ഹിറ്റ്. സോ ആ സമയത്തും ഒരു സൂപ്പർ ഹിറ്റ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ കൊടുക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. അതെ അതെ, അത് ആ കാലം നമ്മൾ മറികടന്നു, അങ്ങനെയും കൂടെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ 1984 PG വിശ്വംഭരൻ സാറിൻ്റെ ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥയിൽ വരുന്നത്. അതിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ മകളായിരുന്നു, പിന്നീട് മമ്മൂക്കയുടെ കാമുകിയാകുന്നു, പിന്നീട് ഭാര്യയാകുന്നു, അവസാനം മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നു ബാല്യകാല സഖിയിൽ. ഇത് ഒരു തരത്തിലൊരു അത്ഭുതമാണ്. ഇത് എപ്പോഴും കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ഇത്രയും കാലം സിനിമയിൽ നിന്നവർക്ക് എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. അതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറും ആവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ, അത് ഓർക്കുമ്പോൾ രസം തോന്നുന്ന ഒരു പരിപാടി. ഓ, വളരെ രസം. ഞാൻ ഇൻഫാക്ട് അവരോട് ചെയ്യുമ്പോൾ അവർ എനിക്ക് ഈ ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥയുണ്ട്, ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണിച്ച് ഇത് കണ്ടോ, ഇത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഓർമ്മയില്ല പക്ഷെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് വാസ് നൈസ് ടു ഗോ ബാക്ക് ടു ദോസ് മെമ്മറീസ് ആൻഡ് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിട്ട് ഇറ്റ് വാസ് സോ നൈസ്. അവർ എൻ്റെ അച്ഛനായിട്ട് ചെയ്തു, ഞാൻ അവരുടെ അമ്മയായിട്ട് ചെയ്തു. ഇതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ അത്ഭുതമാണ്. പിന്നെ തമിഴ് അതേപോലെ രജനി സാറോട് മോളായിട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ പാർട്ട്ണറായിട്ട്, ലൈഫ് പാർട്ട്ണറായിട്ട് ചെയ്തു. ആൻഡ് അതേപോലെ തെലുങ്കിലും ബാലകൃഷ്ണ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ട് പിന്നെ അവരോട് തന്നെ ഹീറോയിനായിട്ട് ചെയ്തു. ഇങ്ങനെ എല്ലാ ഇടത്തിലും ഓരോരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ട്. സോ ദാറ്റ്സ് വെരി എന്താ പറയാ, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതെ, ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഈ ചെറുപ്പത്തിൽ അഭിനയിക്കാൻ പോകുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കാലം മുതൽ ചെയ്യുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ബോറടിക്കും. ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ വന്നിട്ടായിരിക്കും ഇത് സീരിയസ് ആയത്, ഇതിങ്ങനെ തുടരാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ എന്ത് പ്രേരണയിലായിരുന്നു അഭിനയിച്ചിരുന്നത്? ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണോ, എന്തായിരുന്നു? അപ്പോൾ ഉറക്കം വരില്ലേ? That was a very different time zone. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു 2-3 years I didn't know much about ഫിലിംസിന് എന്താ, ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം, നത്തിങ്. ചുമ്മാ വെറുതെ വരും, ഇങ്ങനെ പറയണം എന്ന് പറയും, അത് പഠിച്ചു കൊടുക്കും, ഡയലോഗൊക്കെ പഠിച്ചു കൊടുക്കും. പിന്നെ നന്നായിട്ട് ചെയ്താൽ ദേ ഗിവ് മി എ ചോക്ലേറ്റ്. സോ ഐ വാസ് ലൈക്ക്, ഓ വാവ്, ഐ ഗോട്ട് എ ചോക്ലേറ്റ്. ഓ, നന്നായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ചോക്ലേറ്റ് കിട്ടും. അതാണ് ദാറ്റ് വാസ് മൈ ഇനീഷ്യൽ ആദ്യം ഒരു ഇനീഷ്യൽ ഐഡിയ. ദാറ്റ് വാസ് ദ എക്സൈറ്റിംഗ് പാർട്ട് വാസ് ദാറ്റ്, ഓ, നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടും. അങ്ങനെയാ സ്റ്റാർട്ട് ആയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഷൂട്ടിങ്, ഈ സിനിമ. നമ്മളും വീട്ടിൽ സിനിമ കാണാറുണ്ടല്ലോ. സോ അത് പിന്നെ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സും ടീച്ചേഴ്സും ദേ യൂസ് ടു ആസ്ക് അബൌട്ട് ഈ ആർട്ടിസ്റ്റ് എങ്ങനെയാ, ആർട്ടിസ്റ്റ് നന്നായിട്ട് സംസാരിക്കുമോ, അങ്ങനെയൊക്കെ ദേ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. Then I started realizing I'm like, I'm quite special in school.